ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ എന്താ പറയാ വീട്ടില് നമ്മുടെ സച്ചിയുടെ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. നമ്മുടെ സച്ചി മുറി പൂട്ടി താക്കോലും കൊണ്ടുപോയല്ലോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പെട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. വർഷയ്ക്ക് സച്ചിയേട്ടനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിയേട്ടൻ ഞങ്ങളെ എപ്പോഴും ഒരു ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. ഇനി ഈ വീട്ടിലെ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും പറ്റില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതിക്ക് ആകെപ്പാടെ ഷോക്ക്. ഒരു കോടീശ്വരിയായ മരുമകളല്ലേ പോകാൻ പോകുന്നത്. ചന്ദ്രമതി ഇങ്ങനെ വിട്ടുകൊടുക്കുമോ? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, വേണ്ട, നീ ഇപ്പൊ പോയാലും നിനക്ക് തന്റെ ഇടൂലെന്നൊക്കെ കരുതും. അപ്പൊ ശ്രുതിയും വരുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇട്ടിട്ട് പോയാൽ അവൾ എന്ത് വിചാരിക്കും, വർഷം എന്ത് വിചാരിക്കും, നിനക്ക് ഒരു ഇതില്ലാത്ത പയ്യനാണെന്നല്ല നീ വിചാരിക്കുള്ളൂ. നിസ്സാര പ്രശ്നം പോലും നിനക്ക് സോൾവ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലല്ലേ അവളിൽ ഉണ്ടാകും. നീ ഇപ്പൊ പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പെട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ജോലിക്കായിട്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പ്രത്യേകം പറയുന്നുണ്ട്, വൈകുന്നേരം അവളെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ, നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ മുറിയൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കാം. നമ്മുടെ ചന്ദ്ര ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതിക്കും ആകെ പേടിയേ, ഇനി അമ്മ എങ്ങാനും നമ്മുടെ മുറി ആയിരിക്കും, നമുക്ക് മുറി പൂട്ടിയിട്ട് പോകാൻ ശ്രുതി എന്നൊക്കെ നമ്മുടെ ശ്രുതിയുടെ ചെവിട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതിയെ ഭയങ്കര ഭീഷണിപ്പെടുത്തുക കേട്ടോ. നീ മര്യാദയ്ക്ക് സച്ചിയെ വിളിച്ചിട്ട് ആ താക്കോൽ എങ്ങനെയും എന്റെ കയ്യിൽ എത്തിക്കാൻ പറ, അല്ലെങ്കിൽ നിന്റെ വിധി കണ്ടവരുണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയായിട്ട് ഭീഷണിപ്പെടുത്തും. അപ്പൊ രേവതി നമ്മുടെ സച്ചിയെ കുറെ തവണ വിളിക്കുന്നുണ്ട്. പക്ഷേ സച്ചി ഒട്ട് ഫോൺ എടുക്കുന്നില്ല താനും. അപ്പൊ സച്ചിയുടെ ഒപ്പം കൂട്ടുകാരനുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കും, നിനക്ക് രേവതിനെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അവളൊന്ന് ഫോൺ എടുത്തൂടെ എന്നൊക്കെ പറയുമ്പോ സച്ചി പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി തന്നെയാ ഈ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്. അവളിപ്പോ വിളിക്കുന്നത് ആ താക്കോല് കൊടുക്കാൻ വേണ്ടിയാ. ആ താക്കോല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവള് രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് അവള് ഹോളിലാ കിടന്നുറങ്ങുന്നത്. എനിക്കത് സഹിക്കത്തില്ല. അവൾക്ക് വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ആ ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. അപ്പൊ പിന്നെ എന്താ പറയാ, രേവതി ആണെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതിയാണ് ഇടക്കിടക്ക് വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്റെ തലയണ മന്ത്രം വഴിയല്ലേ സച്ചി ഇങ്ങനെ ആയത്, നിനക്കിപ്പോ സച്ചി ഇല്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങൂലെന്നായല്ലേ, പുതു മണവാളനും മണവാട്ടിയും പോലെയാണല്ലോ, നാണമില്ലേടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ട് അവസാനം മര്യാദയ്ക്ക് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയാൻ രേവതി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചമ്മേ, പക്ഷേ സച്ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഞാനത് വിശ്വസിക്കുകയുമില്ല, നീ മര്യാദയ്ക്ക് വിളിച്ച് ആ താക്കോലും കൊണ്ട് എൻ്റെ അടുത്തേക്ക് സച്ചിയോട് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനുശേഷം നമ്മുടെ എന്താ പറയാ ശ്രീകാന്ത് നമ്മുടെ വർഷ വർഷയുടെ ആ ഒരു സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അവിടെ പുറത്ത് നിൽക്കുന്നു. അപ്പൊ ശ്രീകാന്ത് എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാലോ, എവിടെയെങ്കിലും റിസോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകാം എന്ന് പറയും. അപ്പൊ നമ്മുടെ വർഷ പറയും, എനിക്കിപ്പോ ജോലിയുണ്ട്, ഇപ്പൊ എനിക്ക് എന്തായാലും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ മുഖമൊക്കെ ആകെപ്പാടെ ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ വർഷ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് എല്ലാം തുറന്നു പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ വർഷ ഇങ്ങനെ കൂളായിട്ടാട്ടോ കൊടുക്കുന്നത്. അതിനെന്താ, അത് അവരുടെ മുറിയല്ല, അവർ ഉപയോഗിച്ചോട്ടെ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമുക്ക് അവിടെ പ്രത്യേകിച്ച് മുറിയൊന്നുമില്ല. അപ്പൊ വർഷ പറയുന്നുണ്ട്, അതിനെന്താ, അതൊന്നും സാരില്ല, നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ കൂളായിട്ട് എടുക്കുന്നൊരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഒരു എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്തായാലും നോക്കാം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാകും വരാൻ പോകുന്നത് അല്ലേ. നമ്മുടെ സച്ചി തിരികെ വരുന്നൊരു നേരത്തിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ട് അല്ലെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.